24 മണിക്കൂറും പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന, വലിയ വായിൽ വാത്താളമടിക്കുന്ന വി.ഡി. സതീശനെക്കുറിച്ച് സ്വന്തം മണ്ഡലമായ പറവൂറുള്ള ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നിനും കൊള്ളാത്ത ഒരു പാഴ് വസ്തുവാണ് വി.ഡി. സതീശനെന്ന്. വികസനമെത്തിക്കാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് പറവൂർ സ്വദേശികളെ പറ്റിച്ച പെരും കള്ളനാണ് സതീശനെന്ന്. വികസനമൊക്കെ എങ്ങനെയുണ്ട് പറവൂർ? വികസനം മോശമാണ്. ഞാൻ പറയാ KMK ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു സിഗ്നൽ എപ്പോഴും ബ്ലോക്കാ. കാണിക്കണം എന്തിനാണത്? ടെക്നോളജി എന്തോരം മാറി ഒരു സിഗ്നൽ വെച്ചൂടെ? അവിടെ ഇന്നാൾ അപകടങ്ങൾ നടന്നു. ഇതൊന്നും പുള്ളിക്ക് നോക്കാൻ നേരമില്ല. മണ്ണിയറ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. എന്താണ് കാരണം? അത് റോഡ് MLA ആവുമ്പോൾ ഞാനിത് ചെയ്യാം, റോഡ് ചെയ്യാം, ഇവിടെ ചെയ്യാന്ന് വെച്ചിട്ട് അടുത്ത അങ്ങനെ ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടായി. മണ്ണിയറ പാലം പണിയാ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് മരിച്ചു വീട്ടിൽ ചെന്നപ്പോ അവിടെ ഇതേ കോൺഗ്രസ്സുകാരൻ എല്ലാം തമ്മിൽ പ്രശ്നങ്ങളായി. ഈ അടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. വടക്കേക്കരയില് വികസനമില്ല, അതുപോലെ പറവൂർ ആശുപത്രിയിൽ മതിയായ വികസനമില്ല എന്ന് പറയുന്നുണ്ട്, അതുപോലെ റോഡുകൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് ജനങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ? ഇപ്പൊ കുഞ്ഞിത്തൈ മാറ്റാൻ നേരത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞാല് ഹൈവേ പോട്ടെ, ഹൈവേ പണിയാണ്, അല്ലാത്തപ്പോ ചെറിയ ചെറിയ റോഡുകളൊക്കെ വളരെ മോശമായി കിടക്കുകയാണ്. ഇതെല്ലാം സതീശന്റെ മണ്ഡലമാണ്. പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. വികസനമൊന്നുമില്ല ഇവിടെ. ആ പഴയത് തന്നെ പോലെ ഉണ്ട് പറവൂര്. അങ്ങനെ വികസനമില്ലാത്ത ഒരു മണ്ഡലത്തിലെ MLA കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായിരിക്കും അവസ്ഥ? അതാണ് ചിന്തിക്കേണ്ടത്. മാധ്യമങ്ങളെ കാണുമ്പോൾ വാ തുറന്നാൽ കള്ളത്തരവും പൊള്ളത്തരവും മാത്രം പറയുന്ന സതീശൻ സത്യത്തിൽ പറവൂരിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. സതീശൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പറവൂരിൽ വികസനം എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അതായത് കേരള രാഷ്ട്രീയത്തിലെ വാ തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന ഒരു 916 മാധ്യമ PR ഉഡായിപ്പ് മാത്രമാണ് വി.ഡി. സതീശനെന്ന്. ഇനി സതീശനെ നേരിട്ട് കണ്ടാൽ കവളി മടൽ വെട്ടി അടിക്കും എന്നുള്ള പ്രതികരണം പോലും പറവൂരിൽ നിന്നും വരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറവൂരിൽ ഒരു മരണ വീട്ടിലെത്തിയ സതീശനെ നാട്ടുകാർ തടഞ്ഞു വച്ചത്. ഒന്നുറപ്പിക്കാം, വാ തുറന്നാൽ കള്ളത്തരവും പൊള്ളത്തരവും പറയുന്ന സതീശൻ വെറും രാഷ്ട്രീയ ഉഡായിപ്പാണെന്ന്.